والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് അയച്ചിരിക്കുന്നത്. റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയായി അല്ലാഹു തആല നമ്മൾക്ക് നൽകിയ പരിശുദ്ധമായ ദീൻ, അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്. ദീനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്ന് അല്ലാഹു തആല അറിയിച്ചപ്പോൾ എൻ്റെ അനുഗ്രഹത്തിനെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നു എന്ന് അല്ലാഹു തആല ആ കൂട്ടത്തിൽ ചേർത്ത് പറയുകയുണ്ടായി. ദീനാകുന്ന ഈ പൂർണ്ണമായ നിഅമത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും മുഴുവൻ മനുഷ്യരുടെയും ജീവിതങ്ങളിൽ യാഥാർത്ഥ്യത്തോടുകൂടി ഉണ്ടായിത്തീരണം. ദീനിന്റെ പരിശ്രമം അതിനു വേണ്ടിയാണ്. കൃഷിക്കാരൻ മണ്ണിൽ അധ്വാനിച്ച് അതിനെ പാകപ്പെടുത്തും, വെള്ളം നനക്കും, നല്ല നല്ല വിത്തുകൾ അതിലിടും, അതിനെ വേലി കെട്ടി സംരക്ഷിക്കും, അതിൽ വളം ചേർക്കും. ഇങ്ങനെ 5-6 ജോലികൾ അയാൾക്ക് ചെയ്യാനുണ്ട്. പക്ഷെ അയാളുടെ ലക്ഷ്യം 5-6 ജോലികളല്ല, മറിച്ച് അയാളുടെ ലക്ഷ്യം അയാളുടെ പരിശ്രമത്തിനെ കാരണമാക്കി അല്ലാഹു തആല ആ മണ്ണിൽ നിന്ന് അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ നൽകി അയാൾക്കും അയാളുടെ കുടുംബത്തിനും സുഭിക്ഷമായ ഒരു ജീവിതം ലഭിക്കണം. പിന്നെ അയാളുടെ ആ പരിശ്രമത്തിൽ നിന്ന് മറ്റുള്ളവർക്കും ആഹാര വിഭവങ്ങൾ ലഭിക്കണം. ഇതിനു വേണ്ടിയാണ് അയാൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രസംഗങ്ങളല്ല, മറിച്ച് വലിയൊരു ഉത്തരവാദിത്വത്തിനെ പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമ്മളെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ റബ്ബ്, അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടി നമ്മളെ ഏൽപ്പിച്ച വലിയൊരു അമാനത്ത്. അതിനെക്കുറിച്ചാണ് ളുഹറിന് മുമ്പ് നമ്മളെല്ലാവരും കേട്ടത്. ആ പരിശ്രമം, അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തത്തിനെ നമ്മൾ ഓരോരുത്തരും സ്വന്തമായ നിലയിൽ ഏറ്റെടുക്കുകയും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരിക്കുക. അല്ലാഹു അതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ദീനിൻ്റെ എല്ലാ പരിശ്രമങ്ങളുടെയും കാതലായ വശം ഹൃദയങ്ങളുടെ ഈമാൻ, അല്ലാഹുവിലെ വിശ്വാസം, അത് ദൃഢമായി തീരുക എന്നുള്ളതാണ്. ഹൃദയത്തിന് കീഴ്പ്പെട്ടതാണ് അവയവങ്ങൾ. ഒരു വാഹനത്തിൻ്റെ ഇന്ധനം പോലെയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഈമാൻ. വാഹനം എത്ര പുതിയതാണെങ്കിലും നല്ലതാണെങ്കിലും ഇന്ധനം തീർന്നു പോയാൽ ആ വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ശരീരത്തിനെ എല്ലാ സാഹചര്യങ്ങളിലും ദീനനുസരിച്ച് ഉറപ്പിച്ചു നിർത്തുന്നതും അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവൻ്റെ ഹൃദയത്തിലെ ഈമാനിൻ്റെ ഉറച്ച വിശ്വാസമാണ്. അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നമ്മളെ പരിപാലിക്കുന്നത്. ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ആരാധനക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരും നമ്മൾക്ക് ഇലാഹില്ല. ആരാധനയുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് മാത്രമേ നമ്മൾക്ക് ബന്ധപ്പെടുത്താൻ അവകാശമുള്ളൂ. നമ്മുടെ ജീവിതം, നമ്മുടെ മരണം അല്ലാഹുവിൻ്റെ കയ്യിലാണ്. നമ്മുടെ മടക്കം അല്ലാഹുവിലേക്കാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു തആല മാത്രമാണ്. ഒരു നിൽക്കുന്ന വസ്തുവും നിൽക്കുന്നില്ല, അല്ലാഹു അതിനെ നിർത്തിയിട്ടല്ലാതെ. ഒരു ചലിക്കുന്ന വസ്തുവും ചലിക്കുന്നില്ല, അല്ലാഹു തആല അതിനെ ചലിപ്പിച്ചിട്ടല്ലാതെ. അല്ലാഹു ഉദ്ദേശിക്കാത്തത് ഉദ്ദേശിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് നമ്മളെല്ലാവരും. അവൻ്റെ തീരുമാനങ്ങൾ മാത്രമേ നടപ്പിലാവുകയുള്ളൂ. ഇസ്സത്ത്, നിന്യത, വിജയം, പരാജയം, സന്തോഷം, ദുഃഖം, ഇതെല്ലാം അവൻ്റെ ഭാഗത്ത് നിന്ന് തീരുമാനിക്കപ്പെടുന്നതാണ്. അവനാണ് അവസ്ഥകളെ സൃഷ്ടിക്കുകയും മാറ്റി മറിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു തആല വസ്തുക്കളുടെ സൃഷ്ടാവാണ്, അവസ്ഥകളുടെ സൃഷ്ടാവാണ്. സൂര്യനെ സൃഷ്ടിച്ചത് അല്ലാഹു ആണെങ്കിൽ ആ സൂര്യന്റെ വെളിച്ചവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്.
രാത്രിയും പകലും അതും അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണ്. അവനാണ് അതിനെ മാറ്റിമറിക്കുന്നത്. എല്ലാ മനുഷ്യരും ഹൃദയത്തിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് അവരുടെ അവസ്ഥകൾ നന്നായി തീരണം. എന്നാൽ അവസ്ഥകൾ മോശമായതിന്റെ കാരണങ്ങളെ മനുഷ്യൻ അന്വേഷിക്കുന്നതും സൃഷ്ടികളിലാണ്. അതിന്റെ പരിഹാരത്തിനെ മനുഷ്യൻ അന്വേഷിക്കുന്നതും വസ്തുക്കളിൽ തന്നെയാണ്. അള്ളാഹുമായിട്ട് മനുഷ്യൻ അതിനെ ബന്ധപ്പെടുത്തുന്നില്ല. എന്നാൽ നുബുവത്തിന്റെ ഇൽമിൽ നിന്ന് കാര്യകാരണങ്ങളുടെ യഥാർത്ഥമായ ബന്ധം അള്ളാഹുവിലേക്ക് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കടലിൽ കരയിൽ ഫസാദുകൾ ഉണ്ടാകുന്നെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുസീബത്ത് വന്ന് ഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ കൈകളുടെ പാപങ്ങൾ കാരണമായിട്ടാണ്. ആ പാപങ്ങൾ കാരണമായി ദുനിയാവിൽ നമ്മൾക്ക് മുസീബത്തുകൾ വരുന്നത് അള്ളാഹുവിലേക്ക് നമ്മളെ മടക്കാൻ വേണ്ടിയാണ്, വസ്തുക്കളിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഈ ചുറ്റുമുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ ഇതിനെ നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല, പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖൈറും ഷർറും അല്ലാഹുവിന്റെ തഖ്ദീറിൽ നിന്നാണ്. അവനാണ് നന്മ തിന്മകളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ ലോകത്തിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും നമ്മുടെ കണ്ണിൽ ഒരു ചത്ത പാമ്പിനെ പോലെ ആയിരിക്കണം. ഒരാൾ സന്ധ്യസമയത്ത് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി, വഴിയിലൊരു പാമ്പ് ചത്ത് കിടക്കാണ്. പക്ഷെ അയാൾക്ക് മനസ്സിലായില്ല. അയാൾ വിചാരിക്കുന്നത് ജീവനുള്ള പാമ്പാണ്. പേടി തോന്നി മനസ്സിൽ. പാമ്പിന് വിഷമുണ്ട്, അത് കടിച്ചാൽ ഞാൻ അപകടത്തിലാവും. പക്ഷെ പേടിച്ചു നിൽക്കുന്ന മനുഷ്യൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി പാമ്പാണ്. പക്ഷെ ആരോ അതിനെ കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട്. അപ്പൊ ചത്ത പാമ്പാണ്, ജീവനില്ല. അയാളെ പേടി മാറി. ഈ പാമ്പിനെ എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. അയാൾ കാലുകൊണ്ടുകൊണ്ട് തട്ടി നീട്ടി മുന്നോട്ട് പോകും. ഇപ്പൊ ലോകത്തിലെ എല്ലാ സൃഷ്ടികളും, കാണുന്നതാണെങ്കിലും കാണാത്തതാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മരിച്ചുപോയതാണെങ്കിലും ജീവിച്ചിരിക്കുന്നതാണെങ്കിലും മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന്റെ സൃഷ്ടികൾ. അതിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ അമ്രാണ് അതിന്റെ റൂഹ്, അല്ലെങ്കിൽ അതിന്റെ ജീവൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഏത് കൽപ്പന ഏത് വസ്തുവിലേക്ക് ഏത് സമയത്താണ് വരുന്നത് അത് മാത്രമേ അതിൽ കൂടി നടപ്പിലാവുകയുള്ളൂ. അതുകൊണ്ട് ദുനിയാവിന്റെ അവസ്ഥകൾ, ആഖിറത്തിന്റെ അവസ്ഥകൾ മാറ്റിമറിക്കുന്നത്, നന്നാക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് അവസ്ഥകൾ നന്നാകണമെങ്കിൽ മനുഷ്യന്റെ അമലുകളാണ് നന്നാവേണ്ടത്. മനുഷ്യൻ നന്നാവണം. അവന്റെ വീട്, അവന്റെ വസ്ത്രം, അവന്റെ വാഹനം, അവന്റെ ധനസമ്പാദന മാർഗങ്ങൾ, ഇത് നന്നാകുന്നത് കൊണ്ടല്ല മനുഷ്യൻ നന്നാകുന്നത്. മറിച്ച് അധികാരം സമ്പത്തും പരീക്ഷണത്തിന് വേണ്ടിയാണ്. അത് ഫിർഔന് നൽകപ്പെട്ടിരുന്നു, നമ്രൂദിന് നൽകപ്പെട്ടിരുന്നു, ഖാറൂന് നൽകപ്പെട്ടിരുന്നു. പക്ഷെ അതെല്ലാം അവർക്ക് പരാജയത്തിനാണ് കാരണമായി തീർന്നത്. സമ്പത്ത്, അധികാരം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടിരുന്നു. അത് അവർക്കൊരു നഷ്ടത്തിനും കാരണമായില്ല. വസ്തുക്കളല്ല വിജയ പരാജയങ്ങളുടെ അടിസ്ഥാനം, മറിച്ച് മനുഷ്യന്റെ സ്വന്തം ജീവിതം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ അമലുകൾ നന്നാവണം. അമലുകൾ നന്നാകുന്നത് എപ്പോഴാണ്? മനസ്സ് നന്നാവുമ്പോഴാണ്. മനുഷ്യന്റെ മനസ്സ് നന്നാവുന്ന എപ്പോഴാണ്? മനുഷ്യന്റെ കഴിവുകൾ, അവന്റെ സമയം, അവന്റെ സമ്പത്ത് അത് ശരിയായ സ്ഥലത്ത് ചെലവഴിക്കപ്പെടുമ്പോഴാണ്. അള്ളാഹുവിന്റെ അവാമിറുകളിൽ, അവന്റെ കൽപ്പനകളിൽ ചെലവഴിക്കപ്പെടുമ്പോഴാണ്. ഞങ്ങളൊരു യാത്രയിൽ ഒരു ആലിമിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ പഠിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ടവരാണ്, നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ തരണം. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വിദേശത്തുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മലമ്പ്രദേശങ്ങളിൽ ഒരു ചെറിയ പുഴുണ്ട്. സൂര്യൻ ഉദിച്ചാൽ അത് പുറത്തു വരും. അതിന്റെ ആഹാരം അന്വേഷിക്കാൻ തുടങ്ങും. സന്ധ്യ വരെ അധ്വാനിച്ച് ഒരുമിച്ച് കൂട്ടിയ ആഹാരം അത് വൈകുന്നേരം മാളത്തിലേക്ക് വലിച്ചു കൊണ്ടുവരും. അപ്പൊ മാളത്തിന്റെ ദ്വാരം ചെറുതാണ്, ആഹാരം കുറച്ച് കൂടുതലാണ്. എത്ര ശ്രമിച്ചിട്ടും ഭക്ഷണം ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പൊ ഇരുട്ടായി കഴിഞ്ഞാൽ ആ പുഴു ആ ഭക്ഷണം പുറത്ത് ഉപേക്ഷിച്ച് മാളത്തിലേക്ക് കയറിപ്പോകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ അവന്റെ കഴിവുകളെ വസ്തുക്കളിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഫാക്ടറികളായി, വീടായി, ബംഗ്ലാവുകളായി, വാഹനങ്ങളായി. പക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ സൂര്യൻ അസ്തമിക്കുന്ന ദിവസം, അയാളുടെ മരണത്തിന്റെ ദിവസം, അയാളുടെ ഖബറിലേക്ക് ഇറങ്ങിപ്പോകുന്ന എങ്ങനെയാണ്? ഈ പുഴു അതിന്റെ മാളത്തിലേക്ക് കയറിപ്പോയതുപോലെയാണ്. ഒന്നും നമ്മളാരും കൊണ്ടുവന്നില്ല. എല്ലാവരും കൈ ചുരുട്ടി പിടിച്ചിട്ടാണ് ദുനിയാവിലേക്ക് വരുന്നത്. എല്ലാവരും ദുനിയാവിൽ നിന്ന് പോകുന്നത് കൈ നിവർത്തി പിടിച്ചുകൊണ്ടാണ്. രാജാക്കന്മാർ പോലും
അവരുടെ സാമ്രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോലും ആഖിറത്തിലേക്ക് കൊണ്ടുപോകുന്നവരല്ല. അതിന് ആ ആലിം ഞങ്ങളോട് പറഞ്ഞു, മനുഷ്യന്റെ പരിശ്രമം അല്ലാഹു പാഴാക്കുകയില്ല. അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. ഉള്ളിലുണ്ടാവും, പുറത്തും ഉണ്ടാവും. വസ്തുക്കളിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ദുനിയാവിന്റെ വസ്തുക്കൾ, കല്ലും മണ്ണും ഒക്കെ, ലോഹങ്ങളൊക്കെ അലങ്കാരമുള്ള പല വസ്തുക്കളുമായിട്ട് മാറും. പിന്നെ മനുഷ്യന്റെ ഉള്ളിൽ ആ വസ്തുക്കളോടുള്ള സ്നേഹം അത് നഷ്ടപ്പെടുമ്പോഴുള്ള നിരാശ, ചിലപ്പോൾ അതിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്ത് കളയും. പിന്നെ ഹൃദയത്തിൽ അതിനോടുള്ള ബന്ധവും, അതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള തെറ്റായ വിശ്വാസമൊക്കെ ഉടലെടുക്കും. ഈ രണ്ട് കാര്യങ്ങളും മരണത്തിന്റെ സമയത്ത് ആ മനുഷ്യന് നഷ്ടമാണ്. എന്നാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അവാമറുകളിലാണ് പരിശ്രമിക്കുന്നതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന അമലുകളിലാണ് പരിശ്രമിക്കുന്നതെങ്കിൽ, അവന്റെ ഉള്ളിൽ യഖീൻ, തഖ്വ, തവക്കുൽ, ഇഹ്സാൻ, ഇഖ്ലാസ്, ഖനാഅത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങളുണ്ടാവും. ആ മനുഷ്യന്റെ വെളിയിൽ നല്ല നല്ല അമലുകൾ ഉണ്ടാവും. ദഅവത്തിന്റെ അമൽ, ഇബാദത്തിന്റെ അമലുകൾ, സൽസ്വഭാവം, മറ്റുള്ളവരെ സഹായിക്കുന്ന ശീലം, ഈ സൽഗുണങ്ങളും ഉള്ളിലുള്ള ഈ ഗുണങ്ങളുമെല്ലാം മരണം മുതലും ദുനിയാവിന്റെ ജീവിതത്തിലും ആ മനുഷ്യൻ എന്നെന്നും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമം സ്വന്തം നഫ്സിന്റെ മേലുള്ള പരിശ്രമമാണ്, മുഴുവൻ മനുഷ്യരുടെ മേലുള്ള പരിശ്രമമാണ്. നമ്മുടെ ബന്ധം സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവായ അല്ലാഹുവിലേക്ക്, വസ്തുക്കളിൽ നിന്ന് സാലിഹായ അമലുകളിലേക്ക്, ദുനിയാവിന്റെ ഇടുക്കങ്ങളിൽ നിന്ന് അതിന്റെ തന്നെ വിശാലതയിലേക്കും എന്നേക്കുമുള്ള ആഖിറത്തിന്റെ അനുഗ്രഹങ്ങളിലേക്കുമാണ് നമ്മൾക്ക് മനുഷ്യരെ മുഴുവനും ക്ഷണിക്കാനുള്ളത്. ആ പരിശ്രമത്തിന്റെ പേരിൽ ലോകം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജമാഅത്തുകളായി പുറപ്പെട്ട് അൽഹംദുലില്ലാഹ് പരിശ്രമം നടക്കുന്നു. ആ കൂട്ടത്തിൽ അവരവരെ നാടുകളിൽ താമസിച്ചുകൊണ്ട് ദീനിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക. നേരത്തെ നമ്മളോട് വിശദീകരിച്ചതുപോലെ നമ്മുടെ വീട്ടിലുള്ള തഅലീം, വീട്ടുകാരോടുള്ള സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം, അതിന്റെ പേരിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദീനുണ്ടാവും. എല്ലാ ദിവസവും നമ്മുടെ പള്ളിയിലുള്ള മശ്വറ, എല്ലാ ദിവസവുമുള്ള വീട് ഗുണാന്തരം, വ്യക്തികൾ തോറുമുള്ള നമ്മളുടെ മുലാഖാത്തുകൾ, ആഴ്ചയിലുള്ള ഉമൂമിയായ ഗസ്റ്റ്, വരുന്ന ജമാഅത്തുകളുടെ നുസ്രത്ത്, നമ്മുടെ മഹല്ലുകളിലുള്ളവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോവുക, ഈ പരിശ്രമങ്ങളിൽ കൂടിയെല്ലാം നമ്മുടെ പള്ളിയിലും അതിന്റെ പരിസരങ്ങളിൽ ദീനുണ്ടാവും. നമ്മൾ രണ്ടാമത്തെ ഗസ്റ്റ് മാറി മാറി ചെയ്യുന്നത് കൊണ്ട് പട്ടണത്തിലെ മറ്റു പള്ളികളിൽ ദീന്റെ പരിശ്രമം ഹയാത്തായി. 3 ദിവസത്തെ ജമാഅത്തുകൾ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പരിസരങ്ങളിലെ ഗ്രാമങ്ങളിൽ ദീന്റെ പരിശ്രമം എത്തി. 40 ദിവസത്തേക്ക് 4 മാസത്തേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ അടുത്തുള്ള ജില്ലകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ ഒക്കെ ജമാഅത്തുകൾ പുറപ്പെട്ടു പോകുമ്പോൾ അൽഹംദുലില്ലാഹ് ലോകം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമം, അടുക്കള മുതൽ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും. ആരോടും നമുക്ക് പൈസ പിരിക്കേണ്ടതില്ല, ആരോടും നമ്മൾക്ക് കണക്ക് പറഞ്ഞ് തെറ്റേണ്ടതില്ല, ആരെയും നമ്മൾക്ക് വിമർശിക്കേണ്ടതില്ല, ആരെയും നമ്മൾക്ക് കുറ്റപ്പെടുത്തേണ്ടതില്ല. മറിച്ച് ഓരോരുത്തരും അവരവരുടെ സമ്പത്ത് ചെലവാക്കി, സമയം ചെലവാക്കി, അവരവർക്ക് അല്ലാഹുവിലേക്കുള്ള അടുപ്പത്തിന്റെ വഴികൾ അന്വേഷിച്ച് മുഴുവൻ ഉമ്മത്തികളെയും സ്വർഗത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉന്നതമായ, ലളിതമായ, വ്യക്തമായ, ശുദ്ധമായ ഒരു പരിശ്രമം അത് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് നേരത്തെ മാറിയിരുന്നപ്പോൾ ഓരോരുത്തരും അവരവരുടെ പരിശ്രമങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തു. ഇൻഷാ അല്ലാഹ് എൻ്റെ വീട്ടിലെ തഅലീം ഈ സമയത്തായിരിക്കും, എൻ്റെ പള്ളിയിലെ തഅലീം ഇന്ന സമയത്ത് ഞാൻ അതിൽ പങ്കെടുക്കും. 24 മണിക്കൂറിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ സമയം കൊടുക്കുന്ന എല്ലാ ദിവസവും ഇന്ന സമയത്താണ്. ആഴ്ചയിൽ എൻ്റെ ഗസ്റ്റ്, മാസത്തിൽ എൻ്റെ 3 ദിവസത്തെ ജമാഅത്തുകൾ, ഈ കാര്യങ്ങളെ കുറിച്ച് തീരുമാനിച്ചിരിക്കാം. ഇത് നമ്മുടെ അസ്മാണ്, അസായിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ഒരു അടിമ എടുക്കുന്ന ഉറച്ച തീരുമാനമാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ പരിശ്രമിക്കണം, ഇതുപോലെ ജീവിക്കണം. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലുകളിലേക്ക്, പള്ളികളിലേക്ക് ഇപ്പോൾ തിരിച്ച് ദുആക്ക് ശേഷം പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ നമ്മുടെ മഹല്ല, മസ്ജിദ് പോലുള്ള പള്ളിയിലുള്ള എല്ലാ മുസ്ലിങ്ങളെയും നമ്മൾ ഒരുമിച്ച് കൂട്ടണം, അവരുടെ കൂട്ടത്തിൽ ഇരിക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ അവരെയും ഓർമ്മപ്പെടുത്തി അവരും സ്വന്തം വീടുകളിൽ തഅലീം, ദീനിന്റെ പരിശ്രമങ്ങൾ ചെയ്യുന്നവരാവണം. അവരുടെയും നമ്മൾ തർത്തീവാക്കണം. അവരുടെ വീടുകളിൽ തഅലീം, അവരുടെ ദിവസത്തിനുള്ള പരിശ്രമം, അവരുടെ 3 ദിവസത്തെ ജമാഅത്തുകൾ. അതോടൊപ്പം നമ്മുടെ പള്ളിയിൽ വരാത്ത ആളുകൾ വീട് വീടാന്തരമുള്ള മുലാഖാത്തുകളിൽ കൂടി നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തണം. അവരോട് പറഞ്ഞ ഇന്ന കാര്യങ്ങൾ കേട്ടു, പറഞ്ഞു, തീരുമാനിച്ച് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ
ഏത് കാര്യമാണോ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നത് ആ കാര്യം കൊണ്ട് അദ്ദേഹം ആരംഭിക്കട്ടെ. ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു സമ്മേളനം കഴിഞ്ഞ് ജമാഅത്തുകൾ തിരിച്ചുപോയി. അപ്പോൾ ആ മസ്ജിദ് വാർ ജമാഅത്തിലുള്ള കൂട്ടുകാർ എല്ലാവരും കാണുന്ന കൂട്ടത്തിൽ ഡോക്ടറെയും പോയി കണ്ടു. അപ്പം അദ്ദേഹം മുമ്പ് ജമാഅത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. പക്ഷേ ജോലി തിരക്ക് കൊണ്ട് ഇപ്പോൾ ഒന്നിനും സമയമല്ല. അപ്പം അദ്ദേഹത്തോട് പോയിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്താ സാധിക്കുക? അപ്പം അദ്ദേഹം ആലോചിച്ചു, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യണമല്ലോ. പറഞ്ഞു, വേറെ ഒരു കാര്യത്തിന് എനിക്ക് ദിവസം ഒഴിവ്. ഗവൺമെൻറ് ഡോക്ടറാണ്, രാവിലെ വീട്ടിൽ നോക്കണം പേഷ്യൻസിനെ, വൈകുന്നേരം വീട്ടിൽ നോക്കണം, പിന്നെ പകൽ സമയത്ത് മറ്റു ഉത്തരവാദിത്തങ്ങൾ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, മാസത്തിൽ 3 ദിവസം ഞാൻ ഒഴിവാക്കണം. മാസത്തിൽ 3 ദിവസം. ഇന്ന് ആഴ്ച തീരുമാനിച്ചത് എഴുതി വെച്ചേക്കാം, 3 ദിവസം ഡോക്ടർ ലീവായിരിക്കും. അപ്പം അൽഹംദുലില്ലാ 3 ദിവസം ജമാഅത്തുകൾ അദ്ദേഹം തുടങ്ങി. പിന്നെ അൽഹംദുലില്ലാ ദീന്റെ പരിശ്രമം വീണ്ടും ആരംഭിച്ചു. അപ്പം നമ്മൾ ഇൻഷാല്ലാ ഓരോരുത്തരെ പോയി കണ്ട് അവർക്ക് ഏത് അമലാണോ ചെയ്യാൻ സാധിക്കുന്നത് എളുപ്പത്തിൽ അതിലേക്ക് നമ്മളവരെ തയ്യാറാക്കണം. കാരണം ഈ പരിശ്രമം ഓരോരുത്തരും ചെയ്യേണ്ട പരിശ്രമമാണ്. അസൽ പരിശ്രമം ഇത് തന്നെയാണ്. വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ സമ്മേളനം 1-1.5 ദിവസത്തേക്ക് നടന്നു. മാസത്തിൽ നമ്മൾ സ്റ്റേറ്റിലെ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി സുബഹി മുതൽ ഉച്ചവരെ വൈകുന്നേരം വരെ ഒന്ന് കൂടി പിരിഞ്ഞു. ഇതൊക്കെ എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ്. അസൽ പരിശ്രമം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ മസ്ജിദ് വാറിൽ ചെയ്യാനുള്ള പരിശ്രമമാണ്. അവിടെ നിന്നാണ് ജമാഅത്തുകളെ തയ്യാറാക്കി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ ജമാഅത്തുകളെ അയക്കേണ്ടത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മീൻ മാർക്കറ്റുകളിൽ തഹജ്ജുദിന്റെ സമയത്തിന് വലിയ ബഹളമാണ്. വണ്ടി വന്നിറങ്ങുന്നു, ആൾക്കാർ ഏറ്റുവാങ്ങുന്നു, സപ്ലൈ ചെയ്യാൻ പോവാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മീൻ മാർക്കറ്റുകൾ ഈ ബഹളം ഉണ്ടാകുന്നത്? മീൻ വന്നു ചേരുന്നത് സാധാരണക്കാരായ മീൻപിടുത്തക്കാർ അവർ തോണികളിൽ ബോട്ടുകളിലൊക്കെ ഉറക്കമൊഴിഞ്ഞ് രാത്രി കടലിലും പുഴയിലും അധ്വാനിക്കുന്നതിന്റെ ഫലമാണ്. വലിയ വലിയ മാർക്കറ്റുകളിൽ ലോഡ് കണക്കിന് അരി ചാക്കുകളായിട്ട് വന്നിറങ്ങും. അത് കയറ്റാനും ഇറക്കാനും വിൽക്കാനുമുള്ള തിരക്കുകളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള എന്താണ്? ആ പാവപ്പെട്ട കൃഷിക്കാരന്റെ അധ്വാനം പരിശ്രമമാണ്. കൃഷിസ്ഥലങ്ങളിൽ അവർ ചെയ്യുന്ന പരിശ്രമം, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ദീർഘമായ പരിശ്രമം. ആ പരിശ്രമത്തിന്റെ ഫലമാണ് മാർക്കറ്റുകളിൽ വന്ന് ലോഡാക്കി അരി ഇറങ്ങുന്നത്, മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വീതിക്കപ്പെടുന്നത്. ആരും മീൻ പിടിക്കുന്ന പരിശ്രമം ചെയ്യുന്നില്ല, മടി പിടിച്ചിട്ട് ആരും കൃഷി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? നിങ്ങൾ ആൾക്കൂട്ടങ്ങളും ആൾത്തിരക്കുകളും കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഒഴിഞ്ഞു പോകും. അസൽ പരിശ്രമം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിശ്രമമാണ്. നമ്മുടെ ഇസ്ലാഹ്, നമ്മുടെ തർബിയത്തൊക്കെ ആ അമലുകളിൽ തന്നെയാണുള്ളത്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. മറ്റേത് കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, എപ്പോഴെങ്കിലും സാധിക്കുള്ളൂ. പക്ഷെ ഇത് അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവരും ചെയ്യേണ്ട, എല്ലാവർക്കും അവരവരുടെ ഇസ്ലാഹിന് വേണ്ടിയുള്ള തർബിയത്തിന്റെ അമലുകളാണ്. അതുകൊണ്ട് ഇരിക്കുന്ന എല്ലാവരും ഇൻഷാല്ലാഹ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകുന്നവര് അവർ അൽഹംദുലില്ലാഹ് പുറപ്പെട്ടു പോയി പഠിച്ച് മനസ്സിലാക്കി തിരിച്ചു വന്ന് നാട്ടിൽ പരിശ്രമിക്കും. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്ക് ഇവിടെ നിന്ന് പുറപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒഴിഞ്ഞ മനസ്സോടുകൂടി തിരിച്ചു പോകരുത്. പ്രസംഗം കേട്ടു, സമ്മേളനം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞു പോകരുത്. മറിച്ച് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഒരു വലിയ ഉത്തരവാദിത്വവും ഒരു പരിശ്രമം ചെയ്യാനുള്ള തീരുമാനവുമായിട്ടായിരിക്കണം. എന്താ ഇൻഷാല്ലാഹ് അതിന് എല്ലാവർക്കും തയ്യാറായിക്കൂടെ? അള്ളാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി തരട്ടെ. നഫ്സിന്റെ മേലെ കുറച്ച് ഭാരമാണ്. സാധാരണ പറയാറുണ്ട്, ഒരു കാല് നഫ്സിന്റെ മേലെ, അടുത്ത കാല് സ്വർഗത്തിൽ എന്ന് പറയാറുണ്ട്. ഭാരമായിട്ട് തോന്നും. മനുഷ്യന്റെ ശരീരത്തിന് നന്മകൾ എപ്പോഴും ഭാരം തന്നെയാണ് തോന്നിപ്പിക്കുക, തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത് പോലെ. പക്ഷെ അൽഹംദുലില്ലാഹ് നമ്മളത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരും. മനസ്സിന്റെ ഉള്ളിലുള്ള ഉറച്ച തീരുമാനം, അതിനുവേണ്ടിയുള്ള ദുആ, പിന്നെ മനക്കരുത്തോടുകൂടി എല്ലാ സാഹചര്യങ്ങളിലും ഇസ്തിഖാമത്തോടുകൂടി അമലുകളെ പൂർത്തീകരിക്കാൻ. എങ്കിൽ ഇൻഷാല്ലാഹ് ഈ സമ്മേളനത്തിന്റെ നന്മകൾ ഇന്ന് അവസാനിക്കില്ല, മറിച്ച് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നാടുകളിലേക്ക് പോകുന്ന ജമാഅത്തുകൾ മാത്രമല്ല, തിരിച്ചു പോകുന്നവരും അവരുടെ വീടുകളിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ നാടുകളിൽ ഖൈറിന്, നന്മകൾക്ക് കാരണമായി തീരും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അതിന് കാരണക്കാരാക്കി തീർക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓരോരുത്തരും ദീനിന്റെ പരിശ്രമം സ്വന്തം നഫ്സ് കൊണ്ട് ചെയ്യണം. വിശക്കുന്നു, ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോരാ, അവരവർ ഭക്ഷണം കഴിക്കേണ്ടി വരും. രോഗം വന്നു, ആരെങ്കിലും ചികിത്സ എടുത്താൽ പോരാ, ഞാൻ കുറച്ച് തിരക്കിലാണ്, നിങ്ങളൊന്ന് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് നമുക്ക് ജോലിക്കാരനോട് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ ചികിത്സിക്കേണ്ടി വരും. ഇതേപോലെ ദീനിന്റെ പരിശ്രമം അവരവർ ഓരോരുത്തരും സ്വയം ചെയ്യേണ്ട പരിശ്രമമാണ്. അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ അള്ളാഹുവിന്റെ ദീൻ ഉണ്ടാവണം. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, മനുഷ്യന്റെ സാഹചര്യം
അവനെ എപ്പോഴും സ്വാധീനിക്കും. ഇപ്പൊ തണുപ്പ് സമയമാണ്, കള്ളനും തണുപ്പ് അനുഭവപ്പെടും, പോലീസിനും തണുപ്പ് അനുഭവപ്പെടും, ഇമാമിനും തണുപ്പ് അനുഭവപ്പെടും, നിസ്കരിക്കാത്ത ആൾക്കും തണുപ്പ് അനുഭവപ്പെടും. ചൂടാണെങ്കിൽ എല്ലാവർക്കും വേർപ്പ് അനുഭവപ്പെടും. ആ ചൂടിന്റെ പ്രതിഫലനം എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കും. ഇപ്പൊ സാഹചര്യങ്ങൾ ഇതേപോലെ മനുഷ്യനെ ഭാഷയൊന്നും ആവശ്യമില്ലാതെ തന്നെ സ്വാധീനിക്കും. അപ്പോൾ ഒരു മനുഷ്യന്റെ നല്ല ചുറ്റുപാട് അവനിൽ നല്ല സ്വാധീനം ഉണ്ടാക്കും, മോശമായ ചുറ്റുപാട് മോശമായ സ്വാധീനം ഉണ്ടാക്കും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരാളുടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുന്ന ചുറ്റുപാട് ഏതാണ്? സ്വന്തം വീടാണ്. ജോലി സമയത്ത് കുറച്ച് മണിക്കൂറുകൾ, പള്ളിയിൽ ദീന്റെ പരിശ്രമം ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ അതിനും കുറച്ച് മണിക്കൂർ സമയം. ബാക്കി അയാളുടെ ജീവിതത്തിൽ ദിവസത്തിന്റെ സിംഹഭാഗവും ചെലവാകുന്നത് അയാളുടെ വീട്ടിലാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് നോക്കിയാൽ അവരുടെ 99% ജീവിതത്തിന്റെ സമയം ചെലവഴിക്കപ്പെടുന്നത് വീടുകളിലാണ്. കുട്ടികളാണെങ്കിലോ അവർ വളർന്നു വരുന്നത് വീടുകളിൽ തന്നെയാണ്. ആ വീടുകളിലെ ചുറ്റുപാട്, വീടുകളിലെ മാഹോൽ നന്നായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ സ്ത്രീകൾ, കുട്ടികൾ, തലമുറകൾ, നമ്മൾ പോലും നന്നായി പോകും. ആ വീടുകളിലെ ചുറ്റുപാട് എങ്ങനെ നന്നാവും? സ്ത്രീകളിൽ ദീനുണ്ടാവണം. ആണുങ്ങൾ മിക്കവാറും വെളിയിലായിരിക്കും. അവര് വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കേണ്ട സ്ത്രീകളാണ്. കുട്ടികളുടെ കൂടുതൽ സമയം നമ്മുടെ സ്ത്രീകളുടെ കൂടെയാണ് ചെലവഴിക്കപ്പെടുന്നത്. അതുകൊണ്ട് വീട്ടിൽ ദീനിയായ മാഹോൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഒരാളുടെ വീട്ടിൽ വേറൊരാൾക്ക് വന്ന് നല്ല ചുറ്റുപാടുണ്ടാക്കാൻ സാധിക്കുകയില്ല. ആ പരിശ്രമം ചെയ്യേണ്ടത് സ്വന്തമായിട്ട് തന്നെ ഓരോരുത്തരുമാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവം ഏറ്റവും നന്നായിട്ട് അറിയുന്നത് രണ്ടുപേരാണ്. ഒന്ന് അയാളുടെ സ്നേഹിതൻ, മറ്റൊന്ന് അയാളുടെ ഭാര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ നുബുവത്ത് ആരംഭിച്ചപ്പോൾ ആദ്യം വിശ്വസിച്ചത് പുരുഷന്മാരിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ, സ്ത്രീകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ഭാര്യ. രണ്ടുപേരും ഉടനെ വിശ്വസിച്ചു. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ലോകത്തിൽ പല രാജ്യങ്ങളിൽ പോയി, പല നാടുകളിലും പോയി, പല ഗ്രാമപ്രദേശങ്ങളിലും പോയി ദീനിന്റെ കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മളെ ഭാര്യയോട് പറയില്ല, അവരോട് നമ്മൾ പറയില്ല. നമ്മൾ അവരോട് ദീനിന്റെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാറില്ല. വീടുകളിലെ സംസാരങ്ങളൊക്കെ ദുനീവിയായ സംസാരങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ ദീനുണ്ടാകുന്നതിന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന്, വീട്ടുകാരോടുള്ള സ്നേഹത്തോടു കൂടിയുള്ള മയമായ പെരുമാറ്റവും അവരോടുള്ള കടമകളെ പൂർത്തീകരിക്കലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആശയത്തിൽ വരുന്നു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നിലയിൽ പെരുമാറുന്ന ആളാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട് സ്നേഹത്തോടു കൂടി, വിട്ടുവീഴ്ചയോടുകൂടി, അലിവോടുകൂടി പെരുമാറണം. ചില ആൾക്കാർ വെളിയിൽ മാന്യന്മാരായിരിക്കും, പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ സിംഹങ്ങളെ പോലെ ആയിരിക്കും. കയറി വരുമ്പോൾ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും പേടിയാണ്, ഇതെന്താ ചെയ്യാൻ പോകുന്ന അറിയില്ല. പക്ഷെ നമ്മുടെ വിനയവും നമ്മുടെ സ്നേഹവും ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് നമ്മുടെ കുടുംബമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, ഇവരോടൊക്കെ നല്ല നിലയിൽ പെരുമാറണം. അതോടൊപ്പം എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നിർബന്ധമായും അവരെയും കൂട്ടിയിരുത്തി നമ്മൾ തഅലീമിന്റെ ഹൽക്ക നടത്തണം. ഒരു 15-20 മിനിറ്റ് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹദീസുകളിൽ നിന്ന്, സഹാബാക്കളുടെ ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ വിവരിക്കുന്ന ഈ തഅലീമിന്റെ കിതാബുകൾ നമ്മൾ ഇൻഷാല്ലാഹ് വായിക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സിഫാത്തുകളെ കുറിച്ച് മുദാക്കറ ചെയ്യണം. അതിനെപ്പറ്റി പരസ്പരം ഉണർത്തണം. അള്ളാഹുവിന്റെ വിശ്വാസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും തങ്ങളെ പിൻപറ്റിയുള്ള ജീവിതവും, കൃത്യമായ നമസ്കാരം, ദീനിന്റെ ഇൽമിനെ പഠിക്കുക, അള്ളാഹുവിന്റെ ദിക്ർ, ഖുർആൻ, ദുആ, പരസ്പരമുള്ള സ്വഭാവം, പെരുമാറ്റം, കൊടുക്കൽ വാങ്ങലുള്ള സത്യസന്ധതയും സൂക്ഷ്മതയും നിഷ്കളങ്കമായ നീയത്തും, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തലും, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് ദഅവത്ത് ചെയ്യലും, പാഴായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും. ഇങ്ങനെ ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ ഇൻഷാല്ലാഹ് നമ്മൾ തഅലീമിന്റെ ഹൽക്കകളെ ഹയാത്താക്കിയാൽ നമ്മുടെ വീടുകളിൽ വലിയ നന്മകൾക്ക് അത് കാരണമാക്കി. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ 4-5 പ്രാവശ്യം ആഹാര വിഭവങ്ങൾ തയ്യാറാവും. രാവിലത്തെ ചായ, നാസ്ത, ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ ചായ, രാത്രിയത്തെ ഭക്ഷണം. ഒരു പ്രാവശ്യം പോലും ഇത് മുടങ്ങാറില്ല. ഒരു ചായ പോലും നമുക്ക് മുടങ്ങാറില്ല. ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതലും അല്ലെങ്കിൽ അനാവശ്യമായിട്ടും ഭക്ഷണവും മറ്റാവശ്യങ്ങളും മുടങ്ങാതെ നമ്മൾ ഏർപ്പാട് ചെയ്യാൻ
എന്നാൽ നമ്മളുടെ ദീനിന്, നമ്മുടെ റൂഹിന്, നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ ഈ ആഹാരം ഒരു നേരമെങ്കിലും മുടങ്ങാതെ നമ്മൾ നൽകണം. ഒരു ആലിമിന്റെ അടുക്കൽ നല്ല വിദ്യാസമ്പന്നനായ ഒരു എഞ്ചിനീയർ വന്നിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം ജമാഅത്തിൽ പോയി, 3 ദിവസമൊക്കെ പോയി, എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഭാര്യ എൻ്റെ കൂടെ പഴയ ജീവിതത്തിൽ തന്നെ ജീവിച്ച് ശീലിച്ചതാണ്. ഒരു നിലയിലും ഭാര്യയുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല, ഒരു പരിഹാരവും കാണുന്നില്ല. അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല, അവർക്ക് ദുനിയാവ് തന്നെയാണ് വലുത്. അപ്പോൾ ഈ ആലിമ് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ ഒരു ഭിന്നതക്ക് വഴി തുറക്കരുത്. കാരണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടാണ് അവർ ഈ ഇത് പിന്നെ വഴികേടൊക്കെ പഠിച്ചിട്ടുണ്ടായി. ഇനി നിങ്ങൾ അവരെ ഇതിലേക്ക് കൊണ്ടുവരണം. അവർ എന്ത് പറഞ്ഞാലും എൻ്റെ ഭാര്യ സ്വീകരിക്കും. അപ്പോൾ ഈ ആലിമ് പറഞ്ഞു, നിങ്ങൾ അവരോട് ഒരു അപേക്ഷ പറയണം. അതായത് 24 മണിക്കൂറിൽ 23.25 മണിക്കൂർ നീ പറയുന്നത് ഞാൻ കേട്ടോളാം. 15 മിനിറ്റ് ഞാൻ പറയുന്നത് നീ കേൾക്കണം. 15 മിനിറ്റ് ഞാൻ ആയിക്കോട്ടെ, 23.25 മണിക്കൂർ ഞാൻ പറഞ്ഞു നടക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞൊരു 15 മിനിറ്റ് നമുക്ക് ഒന്നിച്ചിരിക്കണം, ഞാനും നീയും മക്കളും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുർആന്റെ ആയത്തുകൾ, ഹദീസുകൾ, സഹാബാക്കളുടെ ചരിത്രങ്ങൾ കേൾക്കും. വേറൊന്നും വേണ്ട, 23.25 മണിക്കൂർ നീ പറയുന്ന പോലെ നടക്കട്ടെ വീട്ടിലെ കാര്യങ്ങൾ. 15 മിനിറ്റ് ഇങ്ങനെ നടക്കും. അൽഹംദുലില്ലാഹ് അദ്ദേഹം അത്രേ ചെയ്തുള്ളൂ. പക്ഷെ സ്ത്രീകൾക്ക് പല പ്രത്യേകതകളുണ്ട്. അവരുടെ ഹൃദയങ്ങൾ വളരെ മയമാണ് ആണുങ്ങളെക്കാൾ. പിന്നെ അവർക്ക് നല്ലോണം കരയാൻ അറിയാം. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് പിടിച്ചു വാങ്ങാനും ചോദിച്ചു വാങ്ങാനും അറിയാം. അവരുടെ ഹൃദയങ്ങൾ ആഖിറത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർ അള്ളാഹിനോട് കരയും, അവരുടെ ആവശ്യങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങും. അതുകൊണ്ട് ഈ സ്ത്രീ അൽഹംദുലില്ലാഹ് 10-15 മിനിറ്റത്തെ ഈ തഅലീം കൊണ്ട് അവരുടെ ജീവിതത്തിനെ മാറ്റാൻ തയ്യാറായി. ആ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നവും അവസാനിച്ചു. അതുകൊണ്ട് തഅലീം നടത്തുന്നത് ഒരു ഭാരമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അതിന്റെ പേരിൽ വീട്ടിലെ ജീവിതം മുഴുവൻ നമുക്ക് ഭാരമാണ്. ആ സമയത്ത് ഈ തഅലീമിനെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവിതം മുഴുവൻ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു ഉറച്ച തീരുമാനം അവരവരുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ. കാരണം നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ, അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയും ചുമലിലാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് എല്ലാവർക്കും നിയത്ത് ചെയ്തൂടെ, അല്ലാഹുവേ എളുപ്പമാക്കി തരുമാറാകട്ടെ. ഇതേപോലെ നമ്മളോട് പറയപ്പെടുന്ന മറ്റൊരു കാര്യം, സ്ത്രീകളുടെ കാര്യത്തിൽ ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ഓരോരുത്തരും അവരുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു 3 ദിവസം മസ്തുറാത്തിന്റെ ജമാഅത്തുകളിൽ പോവാം. മസ്തുറാത്തിന്റെ ജമാഅത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അവരുടെ മഹ്റമായ ആണുങ്ങളോടുകൂടി പർദ്ദയോടുകൂടി ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി സ്ത്രീകൾ താമസിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. ആ നാട്ടുകാരായ ഏതെങ്കിലും പ്രവർത്തകന്റെ വീട്ടിൽ അവിടുത്തെ സ്ത്രീകളോടൊപ്പം. ആണുങ്ങൾ പള്ളിയിലായിരിക്കും, ആ വീട്ടുകാരനും ജമാഅത്തിന്റെ കൂടെ ആയിരിക്കും. ഈ സ്ത്രീകൾ തഹജ്ജുദ് നമസ്കരിക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ഭക്ഷണത്തിന്റെ ഉറക്കത്തിന്റെ ആദാബുകൾ മുതൽ ജീവിതത്തിൽ ദീനിന്റെ കാര്യങ്ങളെ അവർ ശീലിക്കാൻ വീട്ടിൽ നിന്ന്. പുരുഷന്മാർ പള്ളിയിൽ പ്രവർത്തിക്കും, ആണുങ്ങളോട് പറഞ്ഞ് ആ മഹല്ല് മറ്റ് സ്ത്രീകളെ ആ വീട്ടിലേക്ക് വൈകുന്നേരം ഏതെങ്കിലും സമയത്ത് ഒരുമിച്ച് കൂടാൻ വേണ്ടി പറയും. അവിടെ തഅലീമും സ്ത്രീകൾക്ക് ആവശ്യമായ നസീഹത്തുകളും ഉണ്ടാവും. പക്ഷെ ഒരു 3 ദിവസം ദീനിന്റെ ഒരു ചുറ്റുപാടുകളിൽ, കാരണം അവരുടെ ജീവിതങ്ങൾ മുഴുവനും അടുക്കളയിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാകാൻ, ഒരു 3 ദിവസം ഈ നിലയിൽ അവർ സ്വസ്ഥമായ ആഖിറത്തിന്റെ അമലുകളിൽ മുഴുകി തിരിച്ചു വന്നാൽ പിന്നെ അൽഹംദുലില്ലാഹ് വലിയ സഹായികളായി നമുക്ക് മാറും. ഇത് അനുഭവമാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റത്തിന് തയ്യാറാകാത്ത സ്ത്രീകൾ, സാധാരണ നമ്മൾ പുരുഷന്മാരോട് പറയും, പിന്നെ പഴത്തിന്റെ രുചി പ്രസംഗിച്ചാൽ മനസ്സിലാവില്ല, പൂവിന്റെ സുഗന്ധം പ്രസംഗിച്ചാൽ മനസ്സിലാവില്ല, അത് നമ്മളൊന്ന് മണത്ത് നോക്കണം, ഒന്ന് കടിച്ചു നോക്കണം എന്നൊക്കെ പറയും പുരുഷന്മാരുടെ കാര്യത്തിൽ. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. ദീനിന്റെ മാഹോൽ, ദീനിന്റെ ചുറ്റുപാട്, ദീനിന്റെ അമലുകളിൽ അല്പസമയം ചെയ്യുമ്പോഴേക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ അവരുടെ ഹൃദയങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകും. എത്രയോ വർഷം ദീനിന്റെ പരിശ്രമം ചെയ്തിരുന്ന ഒരാള് ആദ്യമായിട്ട് 3 ദിവസം പോയി, പ്രായമായ സമയത്ത് തിരിച്ചു വീട്ടിൽ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഒരു 6 ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നിങ്ങളുടെ അടുത്ത് ഉണ്ടല്ലോ, ഇത്രയും കൊല്ലായിട്ടുണ്ടല്ലോ, ഇതുവരെ നിങ്ങളെന്താ എന്നോട് പറയാതിരുന്നത്? എത്രയോ ആൾക്ക് അത് പറയാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ആൾ, അത് പ്രസംഗിക്കുന്ന ആളുമാണ്. അപ്പൊ ഇത്രയും വർഷമായിട്ട് നിങ്ങളത് എന്നോട് പറയാണ്ടിരുന്നത് പറഞ്ഞിട്ടില്ല പാവം. അതേസമയത്ത് അൽഹംദുലില്ലാഹ് ഒരു സ്ത്രീ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയി അവർ കാര്യങ്ങൾ ഉൾക്കൊണ്ട് തിരിച്ചു വന്നാൽ പിന്നെ ആ വീട്ടിലെ ദീനിന് ആ സ്ത്രീ മതിയാവും. നമ്മളെ വേഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി അവർ തയ്യാറാക്കി വെക്കും. സമയമാകുമ്പോൾ അവർ നമ്മളെ ഉണർത്തും. ഗസ്റ്റിന് പോകേണ്ട സമയമായി, ജമാഅത്ത് പള്ളിയിൽ വന്നിട്ട് അവരെ പോയി ശ്രദ്ധിക്കുന്നു, അവർക്കെന്തെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യം നമുക്ക് നോക്കാൻ പറ്റും. കുട്ടികൾ അവർ പള്ളിയിലേക്ക് തയ്യാറാക്കി അയക്കും. വാപ്പ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയാൽ മക്കളോട് ഉമ്മ പറയും, വാപ്പ അള്ളാഹുവിന്റെ വഴിയിൽ പോയതാണ്, നമ്മൾ ക്ഷമിക്കുമ്പോൾ അള്ളാഹു തആല നമ്മളെ സഹായിക്കും. അവർ സ്വയം തയ്യാറാവും.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊരു എളുപ്പമായ വഴിയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ദീനിനെ കൊണ്ടുവരാനും നമ്മുടെ സ്ത്രീകൾ ദീനിന്റെ കാര്യങ്ങളിൽ നമുക്ക് സഹായികളായി തീരാൻ. എല്ലാ 3 മാസത്തിലും ഒരിക്കൽ നമ്മുടെ സ്ത്രീകളോടുകൂടി പൂർണ്ണമായ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെ ഈ നിലയിൽ മസ്തുറാത്തിന്റെ ജമാഅത്തുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ ഖൈറുകൾ ഉണ്ടാവും. പിന്നെ ഇൻഷാ അല്ലാഹ് അതിനെ നമുക്ക് മുന്നോട്ട് വളർത്തിക്കൊണ്ടുപോകാനും സാധിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആദ്യം സ്ത്രീകളിൽ നിന്ന് വിശ്വസിച്ച ഖദീജ റളിയല്ലാഹു അൻഹ, പുരുഷന്മാരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, കുട്ടികളിൽ അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരു സമുദായത്തിൽ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ വാപ്പ, ഉമ്മ, കുട്ടി, ഇത് ചേരുമെന്നായി സമുദായം മുഴുവനുമായി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹ, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ആ കുടുംബത്തിന്റെ ത്യാഗം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മക്ക ഒരു പട്ടണമായി നിലവിൽ വരികയും ഹിദായത്തിന്റെ കേന്ദ്രമാകുകയും ചെയ്തതിന് സബബാക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ആ കുടുംബത്തെ പോലെ ആവണം. നമ്മളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളും അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ ദീനിന്റെ പരിശ്രമം നടക്കുന്ന മസ്ജിദ് വാർ ജമാഅത്തുകളിൽ, മഹല്ലുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ മശ്വറ പ്രകാരം സ്ത്രീകൾക്ക് പൊതുവായ തഅലീം, അസ്റിന്റെയും മഗ്രിബിന്റെ ഇടയിൽ സ്ത്രീകളെ എപ്പസം ഒരുമിച്ച് കൂട്ടി അവർ തഅലീം ചെയ്തു, അവരുടെ ജീവിതത്തിൽ ആവശ്യമായ സിഫാത്തുകളെ മുദാക്കറ ചെയ്തു, അവരുടെ പുരുഷന്മാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അയക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവർ സ്വന്തമായിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പോകുന്നതിനെ കുറിച്ചും പരസ്പരം ഉണർത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലുകളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമത്തിന്റെ ഉയർച്ചയുണ്ടാവും. 3 ദിവസം 3 പ്രാവശ്യമൊക്കെ സ്ത്രീകൾക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് 10 ദിവസത്തെ മസ്തുറാത്തിന്റെ ജമാഅത്തുകളിൽ പോകാം. 10 ദിവസം പോയി കഴിഞ്ഞാൽ 40 ദിവസത്തേക്ക് നിസാമുദ്ദീനിൽ പോയി അവിടെ നിന്ന് ജമാഅത്തുകളിൽ പോകാം. പിന്നെ അൽഹംദുലില്ലാഹ് വിദേശങ്ങളിലേക്ക് 2 മാസത്തേക്കുള്ള മസ്തുറാത്തിന്റെ ജമാഅത്തുകൾ പോയി ലോകത്തിൽ പല രാജ്യങ്ങളിലും സ്ത്രീകളുടെ ജീവിതങ്ങളിൽ വലിയ നന്മകൾ ഉണ്ടാകുന്നു. ഒരു ജമാഅത്ത് ആ നിലയിൽ പോയി പരിശ്രമിച്ചു. ഫ്രാൻസിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച പുതിയ ഒരു ജോഡി അവർ നമ്മുടെ കേരളത്തിലും വന്നിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ അവരെ പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു, നിങ്ങളെ ചെറിയ കുട്ടി, ആ കുട്ടിക്ക് വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്ത്രീ പറഞ്ഞു, ആ മോനേക്കാൾ വിഷമം എനിക്കാണ്. കുട്ടി മറന്നുപോയി, ഉമ്മ പോയി വന്നു, അവർ നോക്കാൻ ആളുകളുണ്ട്. പക്ഷെ ഈ വിഷമം, ഈ ദുഃഖം ഞാൻ സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. അള്ളാഹു നരകത്തിന്റെ വഴിയിൽ നിന്ന് എന്നെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ തലമുറകളെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് അല്പസമയം വേദനയും വേർപാടും ഒക്കെ സഹിക്കേണ്ടി വന്നാലും ഏതെങ്കിലും കുടുംബത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തുറന്നു കിട്ടി, സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടിയാൽ അത് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ നിയമത്ത്. ഞങ്ങളിപ്പോൾ അടുത്ത പ്രാവശ്യം രാജ്യത്ത് പോയപ്പോൾ അമേരിക്കയിൽ നിന്നൊരു ഫാമിലി വന്നിരിക്കുക. ഭാര്യയും ഭർത്താവും 2 പേരും ചെവിയും കേൾക്കൂല, സംസാരിക്കാനും കഴിയാത്ത ആൾക്കാരാണ്. പക്ഷെ അവർ 40 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ മസ്തുറാത്തിന്റെ ജമാഅത്തിൽ വന്നിരിക്കുക. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ദീന്റെ പരിശ്രമം പുരുഷന്മാരിൽ, സ്ത്രീകളിൽ ദീനുണ്ടാക്കണം. അതോടൊപ്പം നമ്മുടെ തലമുറകളിൽ വളർന്നു വരുന്ന കുട്ടികളിൽ ദീനുണ്ടായിത്തീരണം. പലപ്പോഴും നമ്മളുടെ കുട്ടികൾ അവര് വെളിയിലുള്ള സാഹചര്യങ്ങളിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും. മലവെള്ളം ഒഴുകിപ്പോകുമ്പോൾ ചപ്പും ചവറും ചണ്ടികളൊക്കെ ഒഴുകിപ്പോകും. നല്ല ഉറച്ച കല്ലാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. വെള്ളം ഒഴുകിപ്പോയാൽ അത് വെളുത്തു നിൽക്കും. ഇതേപോലെ ഹൃദയങ്ങളിൽ ഈമാനിയായ അടിയുറപ്പുണ്ടെങ്കിൽ ഏത് പ്രതികൂലമായ സാഹചര്യം മുന്നിൽ വന്നാലും നമ്മുടെ കുട്ടികൾക്ക് നമുക്കൊക്കെ ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. പഴയ കാലം പോലെയല്ല. തെറ്റിലേക്കുള്ള പ്രേരണകൾ, സൗകര്യങ്ങൾ ധാരാളമായിട്ട് 4 ഭാഗത്തുണ്ട്. വെളിയിലിറങ്ങിയാലും വീട്ടിലെ ഉള്ളിലും മണിക്കൂറുകളോളം ബാത്തിലുള്ള ദഅവത്ത് കാണാനും കേൾക്കാനുള്ള അവസരങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒലിച്ചു പോകാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ദീന്റെ പരിശ്രമം വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ബാസാറുകളിൽ, ചന്തകളിൽ വിൽക്കപ്പെടുന്ന വസ്തുക്കൾ, ആ വസ്തുക്കൾ കാരണമായി ബാത്തിലുള്ള ദഅവത്ത് എല്ലാ വീടുകളുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ദീനിന്റെ ഈ പരിശ്രമം കാരണമായി ഓരോ പള്ളിയിൽ നിന്നും ദീനിന്റെ ദഅവത്തിന്റെ വെളിച്ചം എല്ലാ വീടുകളിലേക്കും എത്തണം, എല്ലാ വ്യക്തികളിലേക്കും എത്തണം. ഒരു വീടും ഒഴിഞ്ഞു പോകരുത്, ഒരു വ്യക്തിയും ഒരു കുടുംബവും വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന തലമുറ, നമ്മുടെ കുട്ടികൾ, അവര് പരിശുദ്ധമായ ദീനുള്ളവരായി മാറണം. അതുകൊണ്ട് സാധാരണ നിലയിൽ വിദ്യാർത്ഥികളിൽ വലിയൊരു പങ്ക് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണ്. ചെറുപ്പം മുതലേ പഠിക്കും, വലിയൊരു പ്രായം വരെ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. അതുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നമ്മൾക്ക് ഒരു ഫിക്ർ, ഒരു ഉത്തരവാദിത്വ ബോധം ആവശ്യമാണ്. അതുകൊണ്ട് ആ വിദ്യാർത്ഥികളെ അവരവരുടെ മസ്ജിദ് വാർ ജമാഅത്തുകൾ, അവരവരുടെ പള്ളികൾ, ആ പള്ളിയുടെ ചുറ്റും താമസിക്കുന്ന വിദ്യാർത്ഥികൾ
നമ്മൾ മുലാഖാത്തിന് പോകുമ്പോൾ അവരെയും കാണണം. ഒരു കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായ അഭിപ്രായങ്ങൾ ഒരു വ്യക്തിത്വം തന്നെയാണ്. അതുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ കാണണം, അവരോടും ദീനിന്റെ കാര്യങ്ങൾ പറയണം, അവരെയും നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. അതേപോലെ വിദ്യാർത്ഥികളെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരുടെ പഠനത്തിന് മുടക്കം വരാത്ത നിലയിൽ നമ്മൾ ചേർക്കണം. ഉദാഹരണത്തിന് പള്ളിയിലുള്ള തഅലീം, മുലാഖാത്തിന്റെ സമയത്ത് ഒഴിവുണ്ടെങ്കിൽ അങ്ങനെ 3 ദിവസത്തെ ജമാഅത്ത് നമ്മൾ പോകുമ്പോൾ അതിൽ 1 ദിവസമോ 2 ദിവസമോ മാസത്തിൽ ഒരിക്കൽ അവരുടെ ലീവ് അനുസരിച്ച് അവർക്ക് നമ്മുടെ ജമാഅത്തുകളിൽ പുറപ്പെട്ടു വരാം. അതേപോലെ അവർക്ക് വെക്കേഷൻ വരാറുണ്ട്, വർഷത്തിൽ 2-3 പ്രാവശ്യം. ആ വെക്കേഷനിൽ ലീവ് കിട്ടുന്ന സമയത്ത് അവരെ ജമാഅത്തുകളായി തയ്യാറാക്കി അവരുടെ കൂട്ടത്തിൽ നമ്മളും പുറപ്പെട്ടു പോയി കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു 4 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് പിന്നെ അവരുടെ ജോലികളിലേക്ക് അവർ മുഴുകുക. ഈ നിലയിൽ ഇൻഷാല്ലാഹ് വിദ്യാർത്ഥികളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുവിക്കാനും അതോടൊപ്പം നാട്ടിൽ നടക്കുന്ന പരിശ്രമങ്ങളിൽ ബന്ധപ്പെടുത്താനും നമ്മൾ ശ്രമിക്കണം. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ പഠനത്തിന് മുടക്കം വരരുത്, മറിച്ച് നല്ല നിലയിൽ പഠിച്ച് മുന്നിലേക്ക് വരാൻ വേണ്ടി നമ്മൾ അവരെ പ്രേരിപ്പിക്കണം. കാരണം അതും ദീനിന് വലിയ ഉപകാരവും സഹായവുമായി അവർ പോകുന്ന എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന്റെ വഴികൾ തുറക്കും. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ആദ്യകാലത്ത് ജമാഅത്തുകൾ പോയാൽ കുട്ടികൾ കളിയാക്കും. കാരണം അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാതെ പാവപ്പെട്ട ഗ്രാമീണരായ ആൾക്കാരാണ് ജമാഅത്തുകളിൽ വരുന്നത്. പക്ഷെ അൽഹംദുലില്ലാഹ് പതുക്കെ പതുക്കെ അല്ലാഹു തആല അവിടെ ദീനിന്റെ പരിശ്രമം കൊണ്ടുവന്നു. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു. പിന്നെ അവിടുത്തെ അധ്യാപകനായി, അവിടുത്തെ അധ്യാപകയിൽപ്പെട്ട ഒരാൾ ഫ്രാൻസിൽ ഉപരിപഠനത്തിന് വേണ്ടി 2 വർഷത്തേക്ക് പോയി. ആ 2 വർഷത്തിനിടയിൽ അദ്ദേഹം ചെയ്ത മഖാമിയായ പരിശ്രമങ്ങളുടെ പേരിൽ അൽഹംദുലില്ലാഹ് ആ രാജ്യത്ത് ഇപ്പോ ഏകദേശം 3500ഓളം പള്ളികളായി, ധാരാളം ആളുകൾ ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നു. ആ രാജ്യത്ത് മുഴുവനും നന്മകളുടെ വലിയൊരു തുടക്കമായി. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന പരിശ്രമം ഒരു വലിയ രാജ്യത്തിന്റെ മാറ്റത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികൾ അവര് ഓരോരോ രംഗങ്ങളിലേക്ക് പോകും. ആ രംഗങ്ങളിലെല്ലാം അവർ ദീനുള്ളവരാണെങ്കിൽ ആ രംഗങ്ങളിൽ മുഴുവനും അവർക്ക് ദീനിനെ ഇൻഷാ അല്ലാഹ് നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഓരോ മഹല്ലിൽ പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഫിക്ർ ചെയ്യാം. അവരെ മക്കാമിയായ പരിശ്രമങ്ങളിൽ ഒഴിവനുസരിച്ച് ജമാഅത്തുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. അതേപോലെ തന്നെ വെക്കേഷൻ വരുന്ന സമയത്തിന് മുമ്പ് നമ്മൾ വിദ്യാർത്ഥികളെ കണ്ട് മുലാഖാത്ത് ചെയ്ത് അവരെ കൂട്ടണം. പള്ളികളിൽ അവരെ ഒരുമിച്ച് കൂട്ടി അവരോട് സംസാരിച്ച് അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി തയ്യാറാക്കണം. വെക്കേഷന് 2-3 പ്രാവശ്യം മുമ്പ് നമ്മളിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ സ്വയം തയ്യാറാവും, അവരെ കൂട്ടുകാരെ അവർ തയ്യാറാക്കും. അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി നല്ല ജമാഅത്തുകളിൽ അവരെ ചേർത്ത് അവർ ഇൻഷാല്ലാഹ് വെക്കേഷൻ സമയത്ത് അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ടാൽ അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ദീനിലെല്ലാം അത് വലിയ നന്മകൾക്ക് കാരണമായിത്തീരും. മാതാപിതാക്കൾക്ക് മക്കളെ തിരിച്ചു കിട്ടുന്നത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ വഴിയിൽ ഒരാൾ പോയതുകൊണ്ട് അയാൾക്ക് നന്മകൾ വീടുകളിൽ നിറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എത്രയോ ഉമ്മമാർക്ക് മക്കളെ തിരിച്ചു കിട്ടി, എത്രയോ ഭാര്യമാർക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടി. ഒരു പ്രാവശ്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഡോക്ടർ ജമാഅത്തിലുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. ഒരു നാട്ടില് ജമാഅത്ത് പോയി, അവിടെ പോയി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇവിടെ ഒരു റൗഡിയായ ഒരാളുണ്ട്, ഒരു ഗുണ്ടയായ മനുഷ്യൻ, അക്രമിയാണ്, അയാൾക്ക് ഞങ്ങൾ പോകാറില്ല, നിങ്ങൾ അയാളടുത്ത് പോകണ്ട, അയാൾ വളരെ മോശമായിട്ട് പെരുമാറും എന്നൊക്കെ പറഞ്ഞു. മുസ്ലിം തന്നെയാണ്. പക്ഷെ ജമാഅത്തിന്റെ അമീർ നാട്ടുകാർ കൂടെ വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് പോയി കാണണമെന്ന് പറഞ്ഞ ഒരാളെ കൂട്ടിക്കൊണ്ട് ദുആ ചെയ്തിട്ട് പോയി സംസാരിച്ചു അദ്ദേഹത്തോട്. അൽഹംദുലില്ലാഹ് എന്തോ അയാളുടെ മനസ്സിൽ ഒരു സ്നേഹം തോന്നി, ഒരു വിട്ടുവീഴ്ച തോന്നി. അയാൾ വന്ന് സംസാരമൊക്കെ കേട്ടപ്പോൾ സാധാരണ നമ്മുടെ സംസാരങ്ങൾ തന്നെ ഒരു അമലിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തശ്കീൽ ഉണ്ടാവും. അപ്പോൾ ഈ തശ്കീൽ പറഞ്ഞപ്പോൾ അയാൾ ഞാനും ജമാഅത്തിൽ വരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അയാൾ പോയി കുറച്ച് ദിവസം പോയി തിരിച്ച് വീട്ടിലേക്കെത്തിയപ്പോൾ ഭാര്യ കുടിക്കാനും ഭക്ഷണത്തിനൊക്കെ ഏർപ്പാടുകൾ ചെയ്ത് തയ്യാറാക്കി. ഇയാൾ 2 റക്അത്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നിസ്കരിച്ച് കൈ കഴുകി വന്നു. കൈ കഴുകി ഭാര്യ അടുത്ത് വിളിച്ചു കഴിക്കാൻ തുടങ്ങി. ഭാര്യയ്ക്ക് മനസ്സിലായി അടിക്കാനാണ് ഈ വിളിക്കുന്നത്. കാരണം സാധാരണ ആദ്യത്തെ പരിപാടി ഇതാണ്, ഭക്ഷണത്തിനെ കുറ്റം പറയും, ഭാര്യ അടിക്കും. പക്ഷെ ഇയാൾ അടിക്കുന്നതിന് പകരം ഭാര്യ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മാപ്പ് പറഞ്ഞു. അയാൾ പറഞ്ഞു, അള്ളാഹു നിന്നെ എനിക്ക് ഒരു അമാനത്തായിട്ട് ഏൽപ്പിച്ചു തന്നതാണ്, പക്ഷെ നിന്നോട് ഞാൻ ജീവിതം മുഴുവൻ ആക്രമിച്ചു, നീ ആയതുകൊണ്ടാണ് ക്ഷമിച്ച് എൻ്റെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞു കൂടിയത്. അതുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം, നിന്നോട് ചെയ്തു പോയ എല്ലാ തെറ്റും നീ എനിക്ക് പുറത്തു തരണം. അയാൾ ഒരു ഉരുള ആഹാരം എടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നെ പഠിപ്പിച്ചു തന്നത് ഭാര്യയുടെ വായിൽ ആഹാരത്തിന്റെ ഉരുള വെച്ചു കൊടുക്കുന്നത് സദഖയാണ്, നന്മയാണ്. ഇത് നമ്മളെ നബി പഠിപ്പിച്ചു തന്നാണ്. ഈ ഡോക്ടർ പറയാൻ ആ സ്ത്രീക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് എന്റെ ഭർത്താവ് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്.
അപ്പോൾ ഒരാൾ അള്ളാഹുവിൻ്റെ വഴിയിൽ പോകുന്നത് അയാളുടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടുന്നത്. കാരണം ഇന്ന് ബന്ധങ്ങളൊക്കെ നഫ്സിന്റെ ഇച്ഛകൾക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും ദേഷ്യം വന്നാൽ ആളുകൾ പിന്നെ വിട്ടുവീഴ്ചയ്ക്കില്ല. ഭാര്യ വിചാരിക്കും ഞാനെന്താ ഇയാൾക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യം, ഭർത്താവ് വിചാരിക്കും അവൾക്കെന്താ ഞാൻ വിട്ടുകൊടുക്കേണ്ട ആവശ്യം. ആളുകളുടെ മുമ്പിൽ ഒരുമിച്ചാണെങ്കിലും മനസ്സിൽ അകൽച്ചയാവും, അത് തീരാനുള്ള വഴികളും ഉണ്ടാവില്ല. അതേപോലെ ഒരു ആലിമ് പറഞ്ഞ ഒരു സംഭവമാണ്. അദ്ദേഹം ഒരു ജമാഅത്തിന് കൊടുത്ത് യാത്ര ചെയ്തു. അപ്പോൾ സാധാരണ ഒമൂമി ഗസ്റ്റ് പൊതുവായിട്ട് ആളുകളെ കാണാൻ വേണ്ടി ഇറങ്ങും. ഇങ്ങനെ ഇറങ്ങുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ നിന്ന് സംസാരിക്കണം. ഒരാൾ ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് മാറിക്കളഞ്ഞു, മറ്റേയാൾ അവിടെ തന്നെ ഉണ്ട്. അയാൾ സംസാരിച്ച് അയാളെ കൂട്ടിക്കൊണ്ടുവന്നു, പള്ളിയിൽ വന്നു. പിന്നെ അയാൾ പോകുന്നില്ല, ഇശാംസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നില്ല. വലിയ കരച്ചിലും സങ്കടവും. അപ്പോൾ ജമാഅത്തിന് അമീർ പറഞ്ഞു, മോനെ നീ ഇത്രയും സങ്കടപ്പെടണ്ട, എൻ്റെ അത്രയും തെറ്റ് നീ ചെയ്തിട്ടുണ്ടാവില്ല, നീ ചെറുപ്പക്കാരനാണ്, എനിക്ക് കുറേ വയസ്സായി, അള്ളാഹു വലിയ പുറത്തു തരുന്നവനാണ്, നല്ല വാക്കൊക്കെ പറഞ്ഞു. പിന്നെ അവൻ്റെ സങ്കടം തീരുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ജീവിതം വലിയ തെറ്റിലേക്ക് പോയി. വാപ്പ വിദേശത്താണ്, വാപ്പ എപ്പോഴും പൈസ അയക്കും, ഞാനാണ് പൈസ കൈകാര്യം ചെയ്ത്, ഒരു മോനേ ഉള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകെട്ട് മോശമായി, ഞാൻ മദ്യപാനത്തിലേക്കും വഴികേടിലേക്കും പോയി. അങ്ങനെ ഞാൻ ദൂർത്തടിച്ച് വാപ്പ വലിയ വിഷമത്തിൽ അങ്ങനെ വാപ്പി മരിച്ചു. പിന്നെ ഞാൻ സ്വത്ത് ഒക്കെ വിറ്റ് ഇങ്ങനെ ജീവിക്കാൻ. ഇപ്പോൾ ഉമ്മയും താമസിക്കുന്ന വീടാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അപ്പോൾ അത് വിൽക്കണം, വീട് വിറ്റ് വാടകയ്ക്ക് പോയി എന്തെങ്കിലും പൈസ അത്യാവശ്യമുണ്ട്. ഉമ്മ സമ്മതിക്കുന്നില്ല. ഞാനും എൻ്റെ കൂട്ടുകാരൻ തമ്മിൽ ഇപ്പോൾ ആലോചിക്കായിരുന്നു, ഉമ്മാക്ക് എന്തെങ്കിലും വിഷം കൊടുത്ത് കൊന്നാൽ പിന്നെ ആ വീട് എൻ്റെ വകയിലായി, പിന്നെ അത് വിറ്റാൽ എനിക്ക് സുഖമായി ജീവിക്കാം. അഥവാ നിങ്ങൾ ഈ സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനെ കൊന്നിട്ടുണ്ടാവും. പിന്നെ ഇത് വിറ്റ് ഞാനത് കുടിച്ചു തീർക്കും, പിന്നെ ഞാൻ പഴയതുപോലെയാവും. അതുകൊണ്ട് അല്ലാഹു തആല നിങ്ങൾ കാരണമായിട്ട് എനിക്കൊരു ഓർമ്മപ്പെടുത്തൽ, ഒരു ജീവിതത്തിനെ തിരിച്ചു തന്നിരിക്കാം. ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും, ഒറ്റപ്പെട്ട ധാരാളം സംഭവങ്ങളുണ്ടാവാം. പക്ഷെ ഇതിലൊക്കെ നമ്മൾക്ക് ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമത്തിൽ ആണുങ്ങളിൽ ദീനുണ്ടാവണം, സ്ത്രീകളിൽ ദീനുണ്ടാവണം, കുട്ടികളിൽ ദീനുണ്ടാവണം. ഇൻഷാ അല്ലാഹ് തലമുറകൾ നന്നാവണം. ജീവിതം നന്നാവുമ്പോഴാണ് അവസ്ഥകൾ നന്നാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസ്ഥകളെ നന്നാക്കുന്നത് മനുഷ്യന്റെ ഹൃദയം, അവന്റെ അമലുകൾ അത് നന്മയിലേക്ക് തിരിയുമ്പോഴാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും ഉറച്ച നിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പരിശ്രമത്തിന് ഇപ്പോഴും മുതൽ. സാധാരണ ശൈത്താൻ നമ്മോട് പറയും നല്ല കാര്യം തന്നെ, ഇൻഷാ അല്ലാഹ് ഇപ്പൊ കുറച്ച് ജോലി തിരക്കും അധ്വാനമൊക്കെയാണ്, പിന്നെ എന്ന് വിചാരിക്കാൻ. പിന്നെ എന്ന് വിചാരിച്ച് നമ്മൾ പിന്തിക്കുമ്പോൾ പിന്നെ അതങ്ങനെ താമസിച്ചു പോകും. നല്ല സമയം എപ്പോഴാണ്? ഇപ്പോഴും തന്നെയാണ്. ഈ സദസ്സിൽ നിന്ന് തീരുമാനിച്ച് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ഈ പരിശ്രമത്തിലേക്കായിരിക്കണം. ഒരു ജമാഅത്ത് സിംഗപ്പൂരിൽ പോയി, അവിടെ ധാരാളം ചൈനക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരുടെ അമ്പലത്തിൽ ഒരു പെരുമ്പാമ്പിനെ വളർത്തിക്കൊണ്ടിരിക്കുക. ആ പെരുമ്പാമ്പ് ഒരു മൂലയിൽ ആഹാരം കഴിച്ച് മയങ്ങിക്കിടക്കാണ്. ആ പാമ്പിന് ഭക്ഷണമായിട്ട് ജീവനുള്ള ഒരു കോഴിയെ അവർ അതിനകത്ത് വിട്ടിട്ടുണ്ട്. ആ കോഴിക്ക് വേണ്ടി കുറേ ധാന്യങ്ങളും ആ കൂട്ടിൽ വിതറിയിരിക്കാം. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഈ കോഴി വിചാരിക്കുന്നുണ്ടാവും വലിയ ബംഗ്ലാവ് കിട്ടി, സാധാരണ ചെറിയ കൂടാണ്, പിന്നെ റിസ്ക് ആണെങ്കിലോ നിറഞ്ഞു കിടക്കുകയാണ്, ഒരു കുറവില്ല, എല്ലായിടത്തും ധാന്യം വിതറി കിടക്കാൻ. പക്ഷെ ഇതിന്റെ സന്തോഷം എത്ര സമയത്തേക്കാണ്? ഇതിന്റെ സന്തോഷം പാമ്പിനെ വിശക്കുന്നത് വരെയാണ്. അപ്പൊ ഈ പാമ്പ് നമ്മുടെ പിന്നിലുണ്ട്, നമ്മുടെ വീട്, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ ജീവിതം. പക്ഷെ അതിന്റെ പിന്നിൽ ഏത് നിമിഷവും നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ മരണം. അതുകൊണ്ട് ബുദ്ധിമാൻ ആരാണ്? ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കുകയും മരണത്തിന് ശേഷം ആവശ്യമായ അമലുകളെ മരിക്കുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ട് ഒരുങ്ങുകയും ചെയ്യുന്ന ആളാണ്. വിഡ്ഢിയായ മനുഷ്യൻ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയും അള്ളാഹുവിൽ വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് വ്യാമോഹിക്കാൻ നമുക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞതെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നന്മയിലേക്കുള്ള ചുവട് വെപ്പാൻ. എത്രയാണോ കഴിഞ്ഞത് അത് കഴിഞ്ഞു, അതിനെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഇനി മരിക്കുന്നത് വരെയുള്ള ദിവസങ്ങളോ നിമിഷങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ അതിനെക്കുറിച്ച് ഒരു നല്ല തീരുമാനത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സുകളിൽ നിന്ന് നമ്മൾ പിരിഞ്ഞാൽ ആ ചുവട് സ്വർഗത്തിലേക്കുള്ള ചുവടായി, ഹിദായത്തിലേക്ക്, നന്മയിലേക്ക്, അള്ളാഹുവിലേക്ക്, സ്വർഗത്തിലേക്കുള്ള ചുവടായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ഉറച്ച തീരുമാനത്തോടു കൂടി ഈ സദസ്സുകളിൽ നിന്ന് എഴുന്നേൽക്കണം, പിരിയണം, തീരുമാനങ്ങൾ എടുക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ഇപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പിരിയുകയാണ്. 4:15 മണിക്കാണ് അസ്ർ നമസ്കാരം. അസ്ർ നമസ്കാരം കഴിഞ്ഞൊരു മജ്ലിസ് ഉണ്ടാവും. പിന്നെ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തോടു കൂടി ദുആയുടെ സദസ്സാണ്. അതുകൊണ്ട് ആകെ 2 മജ്ലിസുകളാണ് നമ്മൾക്കിനി ബാക്കിയുള്ളത്. ഈ സദസ്സുകളിൽ പരിപൂർണമായി ശ്രദ്ധയോടുകൂടി നമ്മൾ പൂർണ്ണമായി പങ്കെടുക്കുകയും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുകയും അള്ളാഹുവിന്റെ ദീൻ നമ്മളിലും
മുഴുവൻ ഉമ്മത്തികളിലും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. നമ്മുടെ നിയ്യത്ത് വലുതായിരിക്കണം അമലുകളെക്കാൾ. നമ്മുടെ നിയ്യത്ത് ഖിയാമത്ത് നാൾ വരെ, നമ്മുടെ പരിശ്രമം നമ്മുടെ സക്കറാത്ത് വരെ, അത്രയും സമയമുള്ളൂ നമുക്ക് പരിശ്രമിക്കാൻ. അള്ളാഹു തആല ഈ സദസ്സിനെ മുഴുവനും അതിനുവേണ്ടി കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തലമുറകളിൽ അള്ളാഹു അവന്റെ പരിശുദ്ധമായ ദീനെ നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, അതിന്റെ പിരിയൽ, ഇതെല്ലാം അള്ളാഹു തആല അതിനുള്ള സബബായി കാരണമായി സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക.